ഇത് അദ്ദേഹം മറ്റേ പ്രയോറിറ്റിയുടെ കാര്യം. അപ്പോൾ നമ്മളൊരു ശസ്ത്രക്രിയ വേണമെങ്കിൽ ഇപ്പൊ എനിക്ക് ലിവറാണ് വേണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ആശുപത്രിയിൽ പോയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. എനിക്ക് ഡോക്ടറിനാണല്ലോ വിശ്വാസം. രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരാണ് ഹോസ്പിറ്റലിലാണ് ലോഗിൻ ഐ ഡി ഉള്ളത്. ആ ലോഗിൻ ഐ ഡിയിൽ കൂടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാളുടെ പേര് അതിനകത്ത് വരും, ബാക്കി ഡീറ്റെയിൽസ് അതിനകത്ത് വരും. അപ്പോൾ എനിക്ക് തന്നെ എനിക്കിപ്പോൾ 2 ഡൊണേഷൻ കഴിഞ്ഞു, എന്നെ വിളിച്ചില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ അതേ ആശുപത്രിയിൽ പോയി ചോദിക്കും, എന്നെ വിളിച്ചില്ലല്ലോ, രണ്ട് ഡൊണേഷൻ പേപ്പർ വേണ്ടല്ലോ. അപ്പോൾ കോർഡിനേറ്റർ വഴി അപ്പം തന്നെ എടുത്ത് നോക്കാം ഞാൻ ഫസ്റ്റ് ആയിരുന്നോ, ഓർഗൻ അലൊക്കേഷൻ അമൃതയിലായിരുന്നോ, അല്ലെങ്കിൽ ഏതാണ് ആശുപത്രി, അങ്ങനെ ആയിരുന്നോ. അങ്ങനെയാണ് സുതാര്യം നല്ലത്. നമുക്ക് ഓപ്പൺ ആയിട്ട് എല്ലാ പബ്ലിക്കിന് ലിസ്റ്റ് വിസിബിൾ ആകുന്ന രീതിയിലാക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള ഒരു ചീട്ട് അവർക്ക് റെസിപ്റ്റ് പോലെ ഒരു രജിസ്ട്രേഷൻ ഡേറ്റും ഡീറ്റെയിൽസും വെച്ച് കൊടുക്കാറുണ്ട്. അത് വെച്ച് അവർക്ക് എന്ന് വേണമെങ്കിലും ആശുപത്രിയിലോ അല്ലെങ്കിൽ ഞങ്ങളുടെത്തോ അന്വേഷിച്ചാൽ ഞങ്ങൾ എത്രാമതാണ് നിങ്ങളുടെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്നും നിങ്ങൾക്ക് എത്രാമത് നിങ്ങൾക്ക് കിട്ടാനുള്ള സ്വഭാവമുള്ള ഫയലല്ല. പക്ഷേ ഞാൻ ചോദിച്ചാൽ അതായത് നമുക്കൊരു ഫാൾ പ്രൂഫ് ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സിസ്റ്റം കസോട്ടോയിലുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിൽ യാതൊരുവിധ സർക്കാർ സംവിധാനമില്ലേ? വേറെ ഒരു നിലവിലില്ല. അങ്ങോട്ട് വരാം. ഇപ്പൊ കേനോസ്, അതിനു മുമ്പത്തെ കേനോസ്, ഇപ്പോഴത്തെ കേസോട്ടോ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നല്ലൊരു സംവിധാനം ഉണ്ട്. ഇത് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ മേലാത്ത ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഇപ്പൊ ഈ വക്കീൽ പറഞ്ഞ കാര്യങ്ങളിനകത്ത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഡൊണേറ്റ് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പറയുന്നത് അതിലും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല. അതേ ഇതിനകത്ത് എന്തെങ്കിലും കള്ളമോ കാപട്യമോ ചതിയോ വഞ്ചനയോ അത്യാവശ്യം കാശോ ഉണ്ടോ എന്നുള്ള ഒറ്റ സംശയമുള്ളൂ അല്ലേ? മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിൽ യാതൊരുവിധ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇല്ല. അതിന് ഉദാഹരണമായിട്ട് ഇവിടെ തന്നെ കുറെ ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ, അവരുടെ ഉറ്റവരുടെ ആ ഡിഫിക്കൽട്ട് ടൈമിൽ ഓർഗൻ ഡൊണേറ്റ് ചെയ്തവർക്ക് ഒരു അനുഭവം ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാമ്പത്തിക ഇടപാട് നടക്കുന്നില്ല, പക്ഷേ എന്റെ പ്രശ്നം ഓർഗന് വേണ്ടി പൈസ കൊടുക്കേണ്ടത്. അതായത് ഒരു ഓർഗൻ സ്വീകരിക്കുന്ന ആൾക്ക് 30 മുതൽ 50 ലക്ഷം രൂപ വരെ ചെലവ് വരുന്നു. ഇനി ഓർഗൻ ആയിക്കോട്ടെ. അതാണ് തെറ്റാണ്. ഒരു സാക്ഷ്യം പറയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ 12 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിരിക്കുന്നു വരെ ഒരാൾക്ക് പോലും ഒരു പൈസ പോലും കൊടുത്തൊരു അനുഭവം ഇല്ല. സർക്കാർ ആശുപത്രിയില്ല ഞാൻ പറയുന്നത്, സ്വകാര്യ ആശുപത്രിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ മസ്തിഷ്ക മരണവും അവയവദാനവും നടക്കുന്നത് സ്വകാര്യ ആശുപത്രിയിലാണ്. കോട്ടയത്ത് ആകെ 12 ആയിട്ടുള്ളൂ. ഇപ്പൊ ഈ വർഷം തന്നെ 25 മസ്തിഷ്ക മരണങ്ങള് ട്രിവാൻഡ്രത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടന്നിട്ടുണ്ട്. അതിന് എത്രത്തോളം സാമ്പത്തിക ഇടപാടുണ്ട് എന്നുള്ളത്